പിന്നാരുള്ളത് ഷെയ്ഖിന്റെ വാഗ്ദാവായ സയ്യിദ് റഷീദുള്ള അൽമനാർ തഫ്സീൽ എഴുതി. എനിക്ക് അതെങ്കിലും സ്വീകരിക്കൂ. അത് സ്വീകരിക്കൂ? അത് സ്വീകരിക്കൂല. അതും സ്വീകരിക്കാൻ പറ്റൂല. കാര്യന്താ ഷെയ്ഖ് മുഹമ്മദ് അബ്ദു, ഷെയ്ഖ് റഷീദുള്ള എന്നീ മഹാന്മാർ ഇസ്ലാമിന് വേണ്ടി ചെയ്ത സ്തുത്യർഹമായ സേവനങ്ങളും സാഹിത്യത്യാഗങ്ങളും ആദരവോടെ ഓർക്കുകയും അള്ളാഹു അവർക്ക് നല്ല പ്രതിഫലം നൽകട്ടെ, കൂടുതൽ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് തന്നെ പറയട്ടെ, അവരുടെ ചില അഭിപ്രായങ്ങൾ അംഗീകരിക്കാൻ പ്രയാസമുണ്ട്. അപ്പൊ ഇനി ആരുള്ളത്? ആരില്ല. എല്ലാം തള്ളി. ആരെ? സമഖ്ശരി, ബൈലാവി, റാസി, അബു സഊദ്, ശൈഖ് സാദ, കാസറൂനി, ഇബ്നു തൈമിയ്യ, ഇബ്നു ഖയ്യിം, മുഹമ്മദ് അബ്ദു, റഷീദ് റിള, പിൻഗാമികളും എല്ലാത്തിനെയും വലിച്ചെറിഞ്ഞു. എന്നിട്ട് ആവേശം ജമാഅത്തിന്റെ പിരിയെ ഇളകിപ്പോകരുത്, മുറുക്കുമ്പോൾ എന്താ പറയൂ? കേട്ടോ, ഇബാദത്തിന് വിഭിന്നങ്ങളായ 5 തരം വ്യാഖ്യാനങ്ങൾ നാം കണ്ടു. മൂപ്പർക്ക് ആശ്വാസം എല്ലാം തള്ളിയൊരു ആശ്വാസത്തിലേപ്പോ. ഇവയിൽ തെറ്റു ശരികളെ സംബന്ധിച്ച് വിധിക്കുകയല്ല ഇവിടെ ഉദ്ദേശം. നേരെ മറിച്ച് ഖുർആനും സുന്നത്തും അടിസ്ഥാനമാക്കി ചിന്തിച്ച പണ്ഡിതന്മാർ ഇബാദത്തിന് നൽകിയ വ്യാഖ്യാനങ്ങൾ ഭിന്നങ്ങളാണെന്നും പിൻഗാമികൾ മുൻഗാമികളുടെ വ്യാഖ്യാനങ്ങളെ പറ്റി നിരൂപണം നടത്തിയിട്ടുണ്ട് എന്നുമുള്ള വസ്തുത എടുത്തുകാട്ടാനാണ് ഇത്രയും പറഞ്ഞത്. ചിന്തിക്കുന്ന പണ്ഡിതന്മാർ ചില കാര്യങ്ങളിൽ ഇങ്ങനെ വിവിധ അഭിപ്രായങ്ങൾ എത്തിച്ചേരുക സ്വാഭാവികമാണല്ലോ. സഹാബത്ത് മുതൽക്കേ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇനി അടുത്ത വാചകം എന്ത്? പിന്നെ ഇത്തരം കാര്യങ്ങളിൽ ശരിയെന്ന് മനസ്സിലായത് അംഗീകരിക്കാനും തെറ്റെന്ന് മനസ്സിലാക്കിയത് തള്ളാനുമുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. എന്ത്? ആ വിശദീകരണങ്ങളിൽ തെറ്റ് എന്ന് മനസ്സിലാക്കിയത് തള്ളാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. തീരുന്നില്ല. അത് ആരുടെയും കുത്തകയായി കൂടാ. ആരുടെയും കുത്തകയൊന്നും അല്ലാതെ ആര് പറയാ? ആരാ പറയണത്? KC അബ്ദുള്ളോല് കുത്തകയാക്കി വെക്കണ്ട. ഒരാളൊരു തെറ്റ് കണ്ടാൽ അല്ലെങ്കിൽ അത് പരിപൂർണ്ണ അല്ലാന്ന് കണ്ടാൽ എന്തെടുക്കണം? അത് ഒഴിവാക്കണം. അത് ആരുടെയും കുത്തകയല്ല എന്ന് പറയണം. ഇനിയോ ഇപ്പറഞ്ഞൊന്നുമല്ലാത്ത മറ്റൊരു വ്യാഖ്യാനം ഇനി ഒരാൾക്കും പറഞ്ഞുകൂടാ എന്ന് വിലക്ക് കൽപ്പിക്കാൻ അവകാശം ആർക്കില്ല. ഇത്തരം വ്യക്തമായ സത്യങ്ങൾ സമ്മതിച്ചു കൊടുക്കാൻ മാത്രമുള്ള ഹൃദയവിശാലത നമുക്കുണ്ടായിരിക്കുക തന്നെ വേണം. കാരക്കുന്നേ സംഗതി വേറെ ഉദ്ദേശത്തിലേക്ക് പോയതാണ്, കേറിക്കൊണ്ടത് ഇവിടെയാണ്. മൂപ്പര് വേറെ ഉദ്ദേശത്തിന് പോവുക, പോയ പോക്കിരുന്ന് പിടിച്ചതാ ഇങ്ങോട്ട്. കേട്ടോ? അപ്പോ ഇത് ആദ്യം ഇത് എഴുതി ഇത് വിറ്റ് അതുകൊണ്ട് ഉപജീവനം നടത്തുന്ന ആളാണ് ആര്? ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്. ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് പുറത്തിറക്കിയ പുസ്തകം. ഈ പുസ്തകം വായിച്ചു പഠിച്ചിട്ടാണ് ഇയാൾ എന്തൊക്കെയൊക്കെ പറയുന്നത്. ആയിക്കോട്ടെ. അപ്പൊ ഏതായാലും ഈ പുസ്തകം അത് വിറ്റ് കാശ് വാങ്ങി അതിലൂടെ ഉപജീവനം നടത്തുന്ന ആള് തബരിക്ക് തെറ്റിന്ന് ഉമർ മൗലവി പറഞ്ഞു. കണ്ടോ? റാസിക്ക് തെറ്റിന്ന് പറഞ്ഞു. 30 പണ്ഡിതന്മാർക്ക് തെറ്റിന്ന് പറഞ്ഞു. തെറ്റിന്ന് പറയണമെന്നാ പറഞ്ഞത്. നിങ്ങൾ പറയാത്തവരും പറയിപ്പിക്കുകയാണ്. ഉമർ മൗലവി ഇനി വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ പറയണമെന്നാ പറയുന്നത്. എല്ലാവരും പറയണം തെറ്റിന്ന് പറയണം എന്ന് പറഞ്ഞ നിങ്ങൾ പറയണം. അതിന് ദാർഢ്യം കാണിക്കാതെ കുത്തകയല്ല എന്ന് പറഞ്ഞ നിങ്ങൾ അത് പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം? ഉമർ മൗലവി പറഞ്ഞ് ശരിയായില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം? കാരണം അങ്ങനെ പറയണം എന്ന് പറഞ്ഞവരാണല്ലോ നിങ്ങൾ. എന്നിട്ട് പിന്നെ ഉമർ മൗലവി പരിഹസിക്കാൻ വേണ്ടി 30 കത്തേക്കും മറുപടി കിട്ടിയോ? മറുപടി ഉമർ മൗലവിക്ക് അയക്കേണ്ടവരൊക്കെ അയക്കും. ഉമർ മൗലവിക്ക് മറുപടി അയക്കേണ്ടവരൊക്കെ അയക്കും. ശൈഖ് ഇബ്നു ബാസ് സ്നേഹത്തോടെ ആദരവോടെ ഉമർ മൗലവിയെ പുകഴ്ത്തിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ജമാഅത്തെ ഇസ്ലാമിയുടെ വാദങ്ങൾ വിവരിച്ചുകൊണ്ട് ശരിയാണോ കത്തയച്ച് മറുപടി കിട്ടിയിട്ടുണ്ട്. അപ്പൊ കിട്ടേണ്ട മറുപടിയൊക്കെ ഉമർ മൗലവി കിട്ടും. അത് ഉമർ മൗലവി പറയുന്നത്. പക്ഷേ ഷെയ്ഖ് മുഹമ്മദ് കത്തയച്ചാൽ ഉമർ മൗലവി കത്തയച്ചാൽ ഉമർ മൗലവിക്ക് മറുപടി എഴുതാൻ ഷെയ്ഖ് മുഹമ്മദിന്റെ കയ്യിൽ ഉറപ്പുണ്ടാവൂല, അത് വിറക്കും. അതുകൊണ്ട് ഷെയ്ഖ് മുഹമ്മദ് ഉമർ മൗലവി കത്തയച്ചാൽ ഷെയ്ഖ് മുഹമ്മദിന് ഉമർ മൗലവി കത്തയച്ചാൽ ഷെയ്ഖ് മുഹമ്മദ് മറുപടി എഴുതാൻ പറ്റൂല. എങ്ങനെ പറയാം? അതൊന്നുമില്ല അദ്ദേഹത്തിന്റെ സംസ്കാരമെന്നോ അല്ലെങ്കിൽ അതിന് അദ്ദേഹത്തിന് ധൈര്യമില്ല. പക്ഷേ ഉമർ മൗലവി ആ പണ്ഡിതന്മാർക്ക് അവർക്ക് സംഭവിച്ച തെറ്റുകള് ചൂണ്ടിക്കാണിച്ചുവെങ്കിൽ അതിന് വ്യക്തമായ മറുപടി ഉമർ മൗലവിക്ക് ലഭിക്കുകയും ചെയ്ത് പരിഹസിക്കേണ്ട കാര്യമില്ല. എങ്കിൽ ശരി,
ഒരു കാര്യം കൂടി നിങ്ങൾ ചിന്തിച്ചോ, തബരിയെ തള്ളി, റാസിയെ തള്ളി, വിരുത്തിയമെ തള്ളി എന്നൊക്കെ പറഞ്ഞ് വികാരം കൊള്ളിക്കാൻ ശ്രമിച്ച, തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച ഷെയ്ഖ് മുഹമ്മദ് ഒരു കാര്യം കേട്ടോ. എന്താ കേൾക്കേണ്ടതെന്നല്ലേ? എന്താ കേൾക്കേണ്ടത്? ഇതാ ഇലാഹ് റബ്ബ് ഇബാദത്തുദ്ദീൻ എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തിൽ അബുൽ മൗദൂദി പറയാണെന്ത്? ഖുർആന്റെ അവതരണ വേളയിൽ അനിസ്ലാമിക സമൂഹത്തിൽ ഇലാഹ് റബ്ബ് ഇബാദത്തുദ്ദീൻ എന്നീ പദങ്ങൾക്ക് പ്രചാരത്തിലുണ്ടായിരുന്ന അർത്ഥങ്ങൾ പിന്നീട് ഇസ്ലാമിക സമൂഹത്തിൽ ജനിച്ചു വളർന്നവരെ സംബന്ധിച്ചിടത്തോളം അവശേഷിച്ചിരുന്നില്ല എന്നതാണ് മറ്റൊരു കാരണം. ഈ രണ്ട് കാരണങ്ങളാൽ പിൽക്കാലത്ത് വന്ന ഭാഷാകൃതികളും വ്യാഖ്യാന ഗ്രന്ഥങ്ങളും മിക്ക ഖുർആൻ പദങ്ങളെയും അവയുടെ മൗലിക ഭാഷാർത്ഥങ്ങൾക്ക് പകരം അന്ന് മുസ്ലിങ്ങൾ മനസ്സിലാക്കിയിരുന്ന അർത്ഥങ്ങൾ വിശദീകരിച്ചു തുടങ്ങി. എന്ന് പറഞ്ഞാൽ മുൻഗാമികളായ മുഫസ്സിറുകൾക്ക്, ഖുർആൻ വ്യാഖ്യാതകൾക്ക് ഈ ഇബാദത്തിന്റെ അർത്ഥം അറിയുമായിരുന്നില്ല. ആർക്ക്? മുൻകാല മുഫസ്സിറുകളുണ്ടല്ലോ, ഖുർആൻ വ്യാഖ്യാതാക്കൾ. ആ ഖുർആൻ വ്യാഖ്യാതാക്കൾക്ക് ഇബാദത്തിന്റെ യഥാർത്ഥ അർത്ഥം അറിയില്ല. അവർക്ക് റബ്ബിന്റെ യഥാർത്ഥാർത്ഥം അറിയില്ല, ദീനിന്റെ യഥാർത്ഥാർത്ഥം അറിയില്ല, ഇലാഹിന്റെ യഥാർത്ഥാർത്ഥം അറിയില്ല എന്നാ മൗദൂദി എഴുതി വെച്ചത്. ഇത് ബാക്കിയുള്ളവർ പറഞ്ഞൊക്കെ തെറ്റും, മൗദൂദി പറഞ്ഞ മാത്രം ശരിയും. എങ്കിൽ ആ ശരിയുടെ കൂടെ നമ്മളില്ല. ബാക്കിയുള്ളവർ പറഞ്ഞ മുഴുവൻ തെറ്റ്, മുൻകാല മുഫസ്സിറുകൾ പറഞ്ഞ മുഴുവൻ തെറ്റ്, അവർക്കൊന്നും തിരിഞ്ഞില്ല. മൗദൂദി പറഞ്ഞ മാത്രം ശരി എന്ന് പറഞ്ഞാൽ ആ തെറ്റിന്റെ കൂടെ നമ്മളില്ല എന്ന കമന്റ് ഒന്നുകൂടി പാസ്സാക്കിക്കോ. മൗദൂദികൾ സ്വീകരിക്കട്ടെ, മൗദൂദികൾ സ്വീകരിക്കട്ടെ. എങ്കിൽ സഹോദരങ്ങളെ, ഞാൻ ചുരുക്കുകയാണ്. 1 മണിക്കൂർ കൊണ്ട് അല്ല 2 മണിക്കൂർ കൊണ്ട് അവസാനിപ്പിക്കണം. 1 മണിക്കൂർ ചെയ്യുമ്പോൾ 1 മണിക്കൂർ എന്നാ വിചാരിച്ചിരുന്നു. പക്ഷേ നമ്മൾ പറയാൻ നിന്നാൽ ഷെയ്ഖ് മുഹമ്മദ് പറയാനുള്ളതിന്റെ 2 ഇരട്ടി ഞങ്ങൾക്ക് പറയേണ്ടി വരും. 1-ാം ദിവസം തന്നെ തെളിഞ്ഞു. ഞങ്ങൾ പറയാൻ നിന്നാൽ ഷെയ്ഖ് മുഹമ്മദ് പറയുന്നതിന്റെ 2 ഇരട്ടി ഞങ്ങൾക്ക് പറയാനുണ്ട് എന്ന് 1-ാം ദിവസം തന്നെ തെളിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, ജമാഅത്തെ ഇസ്ലാമി അവതരിപ്പിക്കുന്ന ഈ ഇബാദത്ത് വീക്ഷണം സത്യത്തിൽ ഇസ്ലാമിക വിരുദ്ധമായ വീക്ഷണമാണ്, തിരിച്ചറിയണം. ജമാഅത്തെ ഇസ്ലാമിക്കാർ മർക്കട ബൂഷ്ടി ഒഴിവാക്കി വസ്തുനിഷ്ഠമായി പഠിക്കണം, മനസ്സിലാക്കണം. ഈ മുജാഹിദ് പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന്റെ വിമർശനങ്ങൾക്ക് മറുപടി എന്ന പേരിൽ ഷെയ്ഖ് മുഹമ്മദ് സാഹിബ് അവതരിപ്പിച്ച 1-ാമത്തെ സീഡിയിൽ നടത്തിയ കൃത്രിമങ്ങൾ, ആ കൃത്രിമങ്ങളുടെ പരമ്പരയാണ് ഇവിടെ കെട്ടഴിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മാത്രമല്ല, യഥാർത്ഥമായ ഇസ്ലാം, യഥാർത്ഥമായ ദീൻ, യഥാർത്ഥമായ ഇബാദത്ത് എന്താണെന്ന് മനസ്സിലാക്കി ഖുർആന്റെയും സുന്നത്തിന്റെയും മാർഗത്തിലേക്ക് തിരിച്ചു വരണം. ഇസ്ലാമിന്റെ യഥാർത്ഥമായ വശമായിട്ടുള്ള നിങ്ങൾ കഴിയണം എന്നാണ് പ്രത്യേകം ഉണർത്താനുള്ളത്. അല്ലാഹു നാം ഏവരെയും ഹിത്തിലും പരത്തിലും വിജയിപ്പിക്കുമാറാകട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും ബാത്തിലിനെ ബാത്തിലാക്കി കണ്ട് വർജിക്കുവാനുമുള്ള തൗഫീഖ് നൽകി നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നൽകി നാഥൻ നമ്മെ